ഹേയ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അമ്മയുടെ ചിക്കൻ കറി. ഈ ഡിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് എവിടെ ഇറങ്ങിയാലും എന്നെ എല്ലാവരും കളിയാക്കുന്ന ഹേയ് ഡിയേഴ്സ് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ഒരു 2 സവാള അരിഞ്ഞത്, പിന്നെ കുറച്ചധികം കൊച്ചുള്ളി ചതച്ചത്. അപ്പോൾ കുക്കറിലാണ് നമ്മളിപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉണക്കമുളക്, കറിവേപ്പില, അതിന് ശേഷം നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത്. സാധാരണ എപ്പോഴും ഇവിടെ കുക്കറിൽ വെക്കാറില്ല. നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുക്കറിൽ വയ്ക്കുന്നത്. നാടനാകുമ്പോഴത്തേക്ക് ഒരുപാട് കുക്കാവണം, അതുകൊണ്ടാണ് പെട്ടെന്നായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് എനിക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് കഴിച്ചാലും കിട്ടില്ല കേട്ടോ. അമ്മയുടെ ചിക്കൻ കറി അത് ഭയങ്കര സ്പെഷ്യലാണ് എപ്പോഴും. ചിക്കൻ കറിയുള്ള ദിവസം ഇവിടെ ഭയങ്കര വിശപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ ചോറ് കഴിക്കുവേ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ സോട്ടായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറിൽ. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 2.5 സ്പൂൺ അളവിൽ മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി കിട്ടുന്നവരെ നല്ലതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ചിക്കൻ കറി വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് അപ്പോൾ എനിക്ക് തോന്നി. ഇത്ര സിമ്പിളായിരുന്നോ എന്നെനിക്ക് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ തോന്നി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ആയി വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എപ്പോഴും ചെറിയ ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴുകി വെച്ചേക്കുന്ന നാടൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോയിലർ ചിക്കനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതൽ എനിക്ക് നാടൻ ചിക്കനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ച് വേവ് കൂടുതലും കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഈ ഒരു നാടൻ ചിക്കനെ വാങ്ങാറുള്ളൂ. സാധാരണ ഇവിടെ അടുപ്പിലാണ് ചിക്കൻ കറി വെക്കാറ്. അതാകുമ്പോഴത്തേക്ക് ആ ഒരു കണലിൽ കിടന്ന് ചിക്കൻ നല്ലതുപോലെ സ്ലോ കുക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് കറക്റ്റ് ചിക്കനിലേക്ക് പിടിക്കും. പക്ഷേ വീഡിയോ എടുക്കാൻ അവിടെ ഒരു ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റൗവിൽ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല തിളച്ച വെള്ളം. ഈ ഒരു ചിക്കൻ കുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ചിക്കന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാം. കുക്കർ അടച്ചതിന് ശേഷമാണ് വിസിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു 3 വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഒരു അടിപൊളി സ്മെല്ല് തന്നെയായിരുന്നു. അപ്പോൾ അതേ വിസിലിന് ശേഷം നമ്മളതേ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്. നല്ലതുപോലെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. നേരത്തെ ആഡ് ചെയ്തത് നല്ലതുപോലെ ഓവർ കുക്കായി പോവും. അപ്പോൾ ഈ ഒരു ചെറിയ ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഈ ഒരു തക്കാളി കുക്കായിട്ട് വരും. ഇത് നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ നല്ലതുപോലെ വെള്ളം വരുന്നുണ്ട്, കൊതിയാകുന്നു കാണുമ്പോൾ തന്നെ. ഇത്ര സിമ്പിളായിരുന്നു. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ചളവ് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി കൂടെ മരിച്ചിനിയും കൂടെ ഉണ്ട്. അപ്പോൾ അതേ അമ്മ നല്ല സ്പീഡിന് തൊലിക്കുന്നുണ്ട്. നല്ല സാറ്റിസ്ഫൈയിങ് ആണല്ലേ ഇതുപോലെ ഇങ്ങനെ കപ്പ തൊലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് തരിയാനേ അറിയത്തില്ല. അമ്മ നല്ല സൂപ്പറായിട്ട് കറക്റ്റ് തിന്നായിട്ട് നല്ലതുപോലെ സ്പീഡിൽ അരിഞ്ഞെടുക്കും. അപ്പം ഞാൻ വന്ന് നിന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ നോക്കൂ എന്ത് കറക്റ്റ് പെർഫെക്റ്റ് നൈസായിട്ട് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നിട്ട് ഇതിന് ഒരു മിക്സ് ഉണ്ട്. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ നല്ല എരിവുള്ളൊരു മുളകാണ്, അതും കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുന്നുണ്ട്, അതായത് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കിഴങ്ങിലോട്ട്, അതായത് മരിച്ചീനിയിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് കപ്പയും റെഡി, ചിക്കൻ കറിയും റെഡി. ഇനി ടേസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ദേ ആദ്യം തന്നെ കൊതി മൂത്ത് പെട്ടെന്ന് എടുത്തിട്ടുണ്ട്.
ഒരു ചിക്കൻ്റെ പീസും ആ കപ്പ നല്ല വെന്ത് വന്ന കപ്പയാണ് ഇങ്ങനെ വേവുള്ള കപ്പയാണ് ഇഷ്ടം. എന്നിട്ട് കഴിച്ച അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ഡിയേഴ്സ്.